ഹലോ ഗൈസ്, നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. വെക്ടർ ഇൻറ്റഗ്രേഷൻ ആണ്. സോ നമ്മളെ ഓർഡിനറി ഇൻറ്റഗ്രേഷൻ ഒക്കെ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. +2 തൊട്ട് അതിന്റെ ബേസിക് ഡിഫറൻസിയേഷനും അതിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ഓപ്പറേറ്റർ ആയിട്ട് വരുന്ന ഇൻറ്റഗ്രേഷനും ഇൻറ്റഗ്രേഷന്റെ കുറെ പ്രോപ്പർട്ടികൾ, ഇൻറ്റഗ്രേഷന്റെ കുറെ നമ്മൾക്ക് ഇൻറ്റഗ്രേഷൻ സുഗമമായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു ഇൻറ്റഗ്രേഷൻ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും f(x) എന്ന് പറഞ്ഞിട്ട്. എക്സ് ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ് എന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആയിരിക്കും. ആ എക്സ് വാരി ചെയ്യുന്ന ഒരു ഇന്റർവൽ തരും. സോ നമ്മൾ ആ ഇന്റർവൽ അലോങ് എ ടു ബി, അപ്പൊ ഇന്റഗ്രേഷൻ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യും, അതിനുശേഷം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു നമ്മൾ ഇന്റഗ്രേഷനെ ഇതുവരെ നമ്മൾ സമീപിച്ച ഒരു രീതി അല്ലെ? അപ്പൊ അവിടെ പൊതുവെ നമുക്ക് പറയാം എക്സ് ആക്സിസിലൂടെ ആയിരുന്നു നമ്മൾ ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നത് അല്ലെ? എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒറ്റ വാരിയബിൾ വാരി ചെയ്യുന്ന ഒരു ഇന്റർവെൽ, ആ ഇന്റർവെല്ലിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, വെക്ടർ ഇന്റഗ്രേഷനിലേക്ക് പോവാണ്. അപ്പൊ വെക്ടർ ഇന്റഗ്രേഷനിൽ നമ്മൾ ഒരു ഡയറക്ഷനിലുള്ള ഇന്റഗ്രേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ എക്സ് ആക്സിസിലൂടെ മാത്രമുള്ള ഇന്റഗ്രേഷൻ അല്ല. നമ്മൾ ആ ഇന്റഗ്രേഷൻ ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാറും, അതൊരു കേവ് ആയി മാറും. അത് കേവിന്റെ പ്ലെയിനും കേവിന്റെ സർഫേസ് ഒക്കെ ആയിട്ട് ഒരുപാട് തരം തിരിച്ച് നമ്മൾ കാണും. സെക്കൻഡ് ഇന്റഗ്രൽ ഉണ്ടാവും. ഡബിൾ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് നമ്മൾ കാണും, അതിന് ശേഷം ട്രിപ്പിൾ ഇന്റഗ്രേഷൻ നമ്മൾ എങ്ങനെയാണ് കാണും. അതിന്റെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടികൾ നമ്മൾ മുന്നേ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഗ്രാഫ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വെക്ടർ ഇന്റഗ്രേഷന്റെ കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് പോകണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ലൈൻ ഇന്റഗ്രലും സർഫേസ് ഇന്റഗ്രലും വോളിയം ഇന്റഗ്രലും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് ലൈൻ ഇന്റഗ്രൽസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ മുന്നേ സംസാരിച്ച ഓർഡിനറി ഇന്റഗ്രേഷനെ കുറിച്ച് തന്നെയാണ്. ഇവിടെ f(x) എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ഓൺ എക്സ് ആണ്. ഈ ഫംഗ്ഷന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ് എയും ബിയും. എ മുതൽ ബി വരെ ക്ലോസ് ഇന്റർവൽ എ ബിയിലാണ് ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ രീതികളൊക്കെ നമുക്കറിയാം. നമ്മൾ ഇതിനെ ഒന്ന് മാറ്റാൻ പോവാണ്. നമ്മൾ ഇന്റഗ്രേഷൻ ത്രൂ എക്സ് ആക്സിസ് ആണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ഇന്റഗ്രേഷൻ ത്രൂ എക്സ് ആക്സിസ് എന്ന് മനസ്സിലാക്കി, അല്ലെ എക്സിന്റെ ഒരു ഇന്റർവൽ എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമുക്ക് നമ്മളുടെ ഒരു പ്ലെയിനിലോ സർഫേസിലോ ഒക്കെ ഉള്ളൊരു കേവ് തന്നു, സി എന്ന് പറഞ്ഞ ഒരു കേവ് തന്നു. ആ കേവിലൂടെ നമ്മളൊരു ഫംഗ്ഷൻ, നമ്മളെ കയ്യിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാന്ന് നോക്കാം. അതാണ് നമ്മളുടെ ഈ ലൈൻ ഇന്റഗ്രലിലെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു സിയിലൂടെ, ഒരു പെർട്ടിക്കുലർ കേവിലൂടെ നമ്മൾ ആ ഇന്റർവൽ എ ബിനെ ഒരു സി എന്നൊരു കേവായി റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുകയാണ്. ആ ഇന്റഗ്രേഷൻ ചെയ്യുന്ന രീതി, അതിനെയാണ് നമ്മൾ പറഞ്ഞത് ലൈൻ ഇന്റഗ്രൽ, അല്ലെങ്കിൽ കേർവ്ലീനിയർ ഇന്റഗ്രൽ എന്നോ അല്ലെങ്കിൽ കോണ്ടൂർ ഇന്റഗ്രൽ എന്നോ. നമ്മൾ മെജറായിട്ട് ഉപയോഗിക്കുക ലൈൻ ഇന്റഗ്രൽ എന്ന ടൈം ആയിരിക്കും. കോംപ്ലക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ കോണ്ടൂർ ഇന്റഗ്രൽ, നമ്മുടെ സിലബസ് തന്നെ നമുക്ക് കോംപ്ലക്സ് പഠിക്കാണ്ട് അവിടെ കുറച്ച് ഇന്റഗ്രേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഈ കോണ്ടൂർ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ ടൈം വരുന്നത് കാണാം. ഓക്കെ, അപ്പം നമ്മൾ നേരിട്ട് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള, നമ്മളെ +2 ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രേഷൻ പോലെ തന്നെ ഇതിന് കുറച്ച് മെത്തേഡുകളുണ്ട്. നമ്മൾ ഇന്റഗ്രേഷൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളും അതിന്റെ റിസൾട്ടുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നുള്ളൂ. അപ്പൊ അതിന് തൊട്ട് മുന്നേ നമുക്ക് കുറച്ച് കേവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. കേവിൽ അതിന്റെ കുറച്ച് ടേമുകൾ നമുക്ക് എന്താ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആ കേവിലൂടെയാണ് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. അപ്പൊ ആ കേവിന്റെ സ്മൂത്ത് കേവ്, അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള കേവുകൾ, അപ്പൊ അതൊക്കെ എന്താ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് സി എന്ന് പറഞ്ഞ കേവിലൂടെ, എക്സ് വൈ പ്ലെയിനിൽ ഒരു കേവ് ആണ് സി എന്ന് പറഞ്ഞത്. അത് നമ്മൾ പാരാമെട്രൈസ് ചെയ്യാണ്. അപ്പോൾ പ്ലെയിനിലാണ്, അപ്പൊ എക്സിനും വൈനും പാരാമെട്രൈസ് ചെയ്യും. അപ്പൊ പാരാമെട്രൈസേഷൻ ഒക്കെ എന്താ നമ്മൾ മുന്നേ ചർച്ച ചെയ്താണ്. എക്സിനും വൈനും ഒരൊറ്റ വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പാരാമെട്രൈസ് ചെയ്യും. എന്നിട്ട് ഒറ്റ വാല്യൂ, അപ്പോൾ ഇവിടെ നമുക്ക് പാരാമെട്രൈസ് ചെയ്താൽ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ഇപ്പൊ 2 വേരിയബിൾ ഒക്കെ ആയിരിക്കും. നമ്മൾ അതിനെ പാരാമെട്രൈസ് ചെയ്ത് ഒരു വേരിയബിൾ ടി എന്നൊരു വേരിയബിളിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ ഫംഗ്ഷനെ കൊണ്ടുവരുന്നു, ഡി എക്സ് ആയാലും ഡി വൈ ആയാലും അതിനേക്ക് നമുക്ക് ടി എന്ന് പറഞ്ഞ ഒറ്റ വേരിയബിളിലേക്ക് കൊണ്ടുവന്നിട്ട് ടീന്റെ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടീയിലെ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായി, ഇന്റഗ്രേഷൻ വളരെ എളുപ്പത്തിലായി പാരാമെട്രൈസ് ചെയ്യുന്നു. അപ്പോൾ
അപ്പോൾ പാരാമീറ്ററൈസേഷൻ എന്താ നമുക്കറിയാം, സി ഒരു കേർവ് ആണ്, എക്സ് വൈ പ്ലെയിനിൽ നമ്മളൊരു കേർവ് ആണ്, അതിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം നല്ല ഡീറ്റെയിൽ ആയി പോകും. ഞാൻ ആകെ ഒരു സ്കെച്ച് തരികയാണ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്പീഡ് പറഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ സി എന്ന് പറഞ്ഞൊരു കേർവ് ആണ്, എക്സ് വൈ പ്ലെയിനിൽ ഒരു കേർവ് ആണ്, അതിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് എക്സ് ഈക്വൽ എഫ് ഓഫ് ടി, വൈ ഈക്വൽ ജി ഓഫ് ടി. ഓക്കെ, ടി വാരി ചെയ്യുന്ന ഇന്റർവെൽ ആണ് എ ടു ബി എന്ന് പറയുന്നത്. അപ്പം ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അതിന്റെ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് ആണ്. ഇനീഷ്യൽ പോയിന്റ് പറഞ്ഞാൽ എഫ് ഓഫ് എയും ജി ഓഫ് എ എന്നും, ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബി ജി ഓഫ് ബി ആയിരിക്കും. അപ്പോൾ സി നമ്മൾ പാത്ത് ഇന്റഗ്രേഷൻ എന്ന് പറയും. ഇറ്റ്സ് ഇനീഷ്യൽ പോയിന്റ് എ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എ എന്ന് പറഞ്ഞ അതിന്റെ ഇനീഷ്യൽ പോയിന്റ് ആണ്, ബി എന്ന് പറഞ്ഞ അതിന്റെ ടെർമിനൽ പോയിന്റോ എൻഡ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിയിലൂടെ പാത്ത് ഇന്റഗ്രേഷൻ, ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ സി ആണ് നമ്മളെ കേവ്. അപ്പോൾ സിനെ കുറിച്ച് നമുക്ക് കുറച്ചും കൂടി ടേം ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സ്മൂത്ത് കേവ് ആണ്. അപ്പൊ സി എന്ന് പറയുന്ന നമ്മുടെ കേവ് സ്മൂത്ത് കേവ് എന്ന് പറയുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പാരാമീറ്ററൈസ് ചെയ്യുമല്ലോ സി എന്ന ഫംഗ്ഷനെ, അതിന്റെ എക്സിനും വൈക്കും, എക്സിന് എഫ് ഓഫ് ടി എന്നും വൈക്ക് ജി ഓഫ് ടി എന്നും വരും. സീനെ സ്മൂത്ത് കേവ് എന്ന് പറയണമെങ്കിൽ അതിന്റെ പാരാമീറ്ററൈസ് ചെയ്ത ഫംഗ്ഷൻ ആയ എഫും ജിയും അതിന്റെ എഫ് ഡാഷും ജി ഡാഷും കണ്ടിന്യൂസ് ആണ്. ഏത് നമ്മളെ എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ എഫ് ഡാഷും ജി ഡാഷും കണ്ടിന്യൂസ് ആവണം. അതിന്റെ എന്താവണം, ഈ എഫും ജിയും ഒരേ സമയത്ത് എന്താവാൻ പാടില്ല, നോട്ട് സൈമിൾട്ടേനിയസ്ലി സീറോ. എ ബി എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ സൈമിൾട്ടേനിയസ്ലി സീറോ ആവാൻ പാടില്ല. എൻഡ് പോയിന്റിലും ഇനീഷ്യൽ പോയിന്റിലും നമുക്ക് സീറോ ആവാം. ഓക്കെ, ഒരേ സമയം സീറോ ആവാം. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള പോയിന്റ്, ഇന്നർ പോയിന്റിലോ ഇന്റീരിയർ പോയിന്റിലൊന്നും എന്താവാൻ പാടില്ല, എഫ് ഡാഷും ജി ഡാഷും സീറോ ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ എഫും ജിയും സീറോ ആവാൻ പാടില്ല. എഫ് ഡാഷും ജി ഡാഷും കണ്ടിന്യൂസ് ആവുക. അതേപോലെ തന്നെ സൈമിൾട്ടേനിയസ്ലി എന്താവരുത്, എഫും ജിയും ഒപ്പനും സീറോ ആവരുത്. ഓപ്പൺ ഇന്റർവൽ എ ബിയിലാണ്, എൻഡ് പോയിന്റിലാവാം. അപ്പൊ അങ്ങനെയാണ് സി എങ്കിൽ, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സീനെ നമ്മൾ സ്മൂത്ത് കേവ് എന്ന് വിളിക്കും. ഇനി നമ്മൾ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് നമ്മളെ കേവിനെ നമുക്ക് കഷ്ണം മുറിച്ചിട്ട് കുറച്ച് പീസുകളാക്കിയിട്ട് അതിനെ സി എന്ന് പറഞ്ഞ ആ സ്മൂത്ത് കേവിന്റെ ജോയിൻ ചെയ്ത ഒരു കേവ് ആക്കി മാറ്റാൻ പറ്റും. സി എന്ന് പറയുന്നത് സ്മൂത്ത് ആവണമെന്നില്ല, പക്ഷെ നമുക്ക് സി എന്ന് പറഞ്ഞ കേവിനെ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കേവിന്റെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കേവ് ആക്കി മാറ്റി എഴുതാൻ പറ്റുമെങ്കിൽ നമ്മൾ സീനെ പീസ് വൈസ് സ്മൂത്ത് എന്ന് പറയും. അങ്ങനത്തെ കേവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ സി ക്ലോസ്ഡ് എന്ന് പറയുന്നത് അതിന്റെ എൻഡ് പോയിന്റും ഇനീഷ്യൽ പോയിന്റും സെയിം ആവുകയാണെങ്കിൽ, ഓക്കെ, ഒരു സർക്കിളൊക്കെ പോലെ തന്നെ അല്ലെ, സർക്കിളിൽ ഇനീഷ്യൽ പോയിന്റ് എൻഡ് പോയിന്റ് ഒരുപോലെ ആവുന്ന പോലെ. സിമ്പിൾ ക്ലോസ്ഡ് കേവ് എന്ന് പറഞ്ഞാല് ക്ലോസ്ഡ് കേവ് ആവണം, ഇനീഷ്യൽ പോയിന്റും എൻഡ് പോയിന്റും സെയിം ആവണം. പിന്നെ എന്താവണം, വേറെ എവിടെയും ഈ ഇനീഷ്യൽ പോയിന്റിലും എൻഡ് പോയിന്റും അല്ലാണ്ട് വേറൊരു സ്ഥലങ്ങളിലും ആ കേവ് എന്ത് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം അതിന്റെ ഓക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലെ, ക്രോസ് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ലൈൻ കടന്നു പോകരുത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും സ്മൂത്ത് കേവിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യുക. ഓക്കെ, ഇതിപ്പോ 2 വേരിയബിളിന്റെ കേസാണ്. 3 വേരിയബിളിന്റെ കേസിൽ ഒരു വേരിയബിളും കൂടി കടന്നു വരുന്നത് സെയിം സാധനം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ലൈൻ ഇന്റഗ്രേഷനിലേക്ക് പോവാണ്, അതിന്റെ ഡെഫിനേഷനിലേക്ക് പോവാണ്. നമുക്കറിയാം വാട്ട് ഈസ് എ ഡെഫിനേഷൻ ഓഫ് എ ഇന്റഗ്രേഷൻ എന്നോ ഡെഫിനേഷൻ ഓഫ് എ ഡിഫറൻഷിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ഇക്വേഷൻ ആണല്ലേ, ലിമിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ചും കൂടി വലിയ തിയറിറ്റിക്കൽ സാധനങ്ങളാണ്. പക്ഷെ അതിന്റെ റിസൾട്ടുകളും സാധനങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് തിയറിറ്റിക്കൽ സാധനത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എന്താ ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. ഇതും അതുപോലൊക്കെ തന്നെയാണ്. ഇതിന്റെ തുടക്കത്തിൽ എന്താ പറയാ, ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് ലൈൻ ഇന്റഗ്രൽ, എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ നമുക്ക് എന്താ തിയററ്റിക്കൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം നമുക്ക് നമ്മളെ വ്യത്യസ്തമായ ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യുന്ന മെത്തേഡുകൾ കിട്ടും. പിന്നെ നമ്മൾ ആ മെത്തേഡ് ഫോളോ ചെയ്ത് ആ മെത്തേഡ് ത്രൂ തന്നെ നമുക്ക് പോയാൽ മതി. അപ്പൊ നമ്മൾ ലൈൻ ഇന്റഗ്രേഷന്റെ ഒരു ഡെഫിനീഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളെ കയ്യിലൊരു എന്താ പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഇതാണ് നമ്മളെ റീജിയൻ എന്ന് വിചാരിക്കുക. അവിടെ തന്നിട്ടുണ്ട് ഫിഗർ 3.1. ഇതാണ് നമ്മളെ റീജിയൻ.
ഈ റീജിയനിൽ നമ്മളെ സെറ്റ് ഈസ് ഈക്വൽ ജി ഓഫ് എക്സ് വൈ. ജി ഓഫ് എക്സ് വൈ ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ത്രൂ ദ കർവ് സി. അപ്പൊ ഇതാണ് നമ്മളെ കർവ് സി എന്ന് പറയുന്നത്. ഈ സിയിലൂടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ പോവാണ്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സെറ്റ് ഈസ് ഈക്വൽ ജി ഓഫ് എക്സ് വൈ ആണ് നമ്മളുടെ സ്മൂത്ത് നമ്മുടെ ഫംഗ്ഷൻ അത് കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയൻ. ആ സ്മൂത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ റീജിയനിൽ തന്നെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു സ്മൂത്ത് കേർവ് ആണ് സി. ഓക്കെ, സ്മൂത്ത് കേർവ് എന്താണെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞ എന്താ മനസ്സിലായല്ലോ അല്ലെ? നമ്മൾ ലൈൻ ഇന്റഗ്രേഷൻ ചെയ്യുക സ്മൂത്ത് കേർവ് കൂടിയാണ്. അപ്പോൾ സ്മൂത്ത് കേർവ് സി ആണ്. അതിന്റെ പാരാമീറ്ററൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ് ഈസ് ഈക്വൽ എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ജി ഓഫ് ടി ആണ്. അതുപോലെ ടി വാരി ചെയ്യുന്നത് സ്മോൾ എന്റെയും സ്മോൾ ബിന്റെയും ഇടയിലാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീനെ എൻ സബ് ആർക്കായിട്ട് നമ്മൾ മുറിക്കും. നമുക്ക് ചൂസ് ചെയ്യാം എൻ എണ്ണങ്ങളായിട്ട്, ഒരു 5 എണ്ണോ 6 എണ്ണോ. അപ്പൊ എൻ എന്നത് സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ എൻ എണ്ണങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സബ് ആർക്കുകളായിട്ട് മുറിക്കും. അപ്പൊ നമ്മളെ കയ്യിലുണ്ട് ആർക്കുകൾ നമ്മൾ എൻ എണ്ണായിട്ട് മുറിച്ചു. അപ്പൊ എന്റെയും ബിന്റെയും ഇടയിൽ നമുക്ക് എൻ ആർക്കുകൾ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻ ആർക്കിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ എന്താണ് ഡെൽറ്റ എസ് കെ. അപ്പൊ എസ് കെ എന്ന് പറയുന്നത് S1 എന്ന് പറഞ്ഞ ഡെൽറ്റ S1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എൻ എണ്ണായിട്ട് നമ്മൾ മുറിച്ചു എന്ന് പറഞ്ഞു അല്ലെ? അതിലെ ഫസ്റ്റ് പാർട്ടീഷൻ, അപ്പൊ നമ്മൾ എൻ എണ്ണം മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് n+1 പാർട്ടീഷൻ കിട്ടില്ലേ അല്ലെ? ഒരു ലൈനിൽ നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണം സെഗ്മെന്റ് മാറും അല്ലെ? 2 പാർട്ടീഷൻ ആണെങ്കിൽ 3 പീസാണ് കിട്ടുക. അപ്പൊ നമുക്ക് എൻ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് പാർട്ടീഷൻ ഡിവൈഡ് ചെയ്യുക. എൻ ലൈൻ വരച്ചു കൊടുക്കുക. ലൈൻ ആണെങ്കിൽ എൻ എണ്ണായിട്ട് കട്ട് ചെയ്യുക. അപ്പൊ എൻ തവണ കട്ട് ചെയ്ത് നമുക്ക് n+1 പീസുകൾ കിട്ടും അല്ലെ? അപ്പോ ഇതിന്റെ ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞ ടേം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ S1 എന്ന് പറഞ്ഞാൽ അതിലെ ഫസ്റ്റ് പാർട്ടീഷനിലെ ലെങ്ത്, ആർക്കിന്റെ ലെങ്ത്. ഓക്കെ, ആർക്കിന്റെ ലെങ്ത് 2 വേരിയബിൾ കേസുകളിൽ R2 നമ്മൾ എങ്ങനെ കാണാൻ നമുക്കറിയാം, പ്രത്യേക ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് തന്നെ ചെയ്യും. അപ്പൊ ഡെൽറ്റ എസ് കെ എന്ന് പറഞ്ഞാൽ കേത്ത് പാർട്ടീഷന്റെ ലെങ്ത്, അതാണ് ഡെൽറ്റ എസ് കെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ എക്സിലും വൈ ആക്സിലും പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ടോട്ടൽ ലെങ്ത് ആണ്, പ്ലെയിനിലെ ലെങ്ത് ആണ് നമ്മൾ ഡെൽറ്റ എസ് കെ എന്ന് പറയുന്നത്. സിമിലർലി എക്സ് ആക്സിസിന്റെ ലെങ്ത് അല്ലെങ്കിൽ എക്സ് ആക്സിലെ പ്രൊജക്ഷനിലെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ എക്സ് കെ എന്നാണ്. അതായത് ഡെൽറ്റ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് എക്സ് ആക്സിസിലെ പ്രൊജക്ഷന്റെ ലെങ്ത്, ഇത് ഫസ്റ്റ് പാർട്ടീഷനിലെ എക്സ് ആക്സിസിലെ പ്രൊജക്ഷന്റെ ലെങ്ത്. അതേപോലെ ഡെൽറ്റ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, അത് സെക്കൻഡ് പാർട്ടീഷനിലെ വൈ ആക്സിസിലെ പ്രൊജക്ഷന്റെ ലെങ്ത് ആണ് വരിക. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ പുതിയ ടേമുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ജി ആണ് നമ്മളുടെ ഫംഗ്ഷൻ, അതിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ എഫ് ഓഫ് ടി, വൈ ഈസ് ഈക്വൽ ജി ഓഫ് ടി, സി നമ്മുടെ കേർവ് ആണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എൻ സബ് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ ലെങ്ത് ആണ് ഡെൽറ്റ എസ് കെ. അപ്പം കേത്ത് പാർട്ടീഷനിലെ ലെങ്ത് ആണ് ഡെൽറ്റ എസ് കെ. അതേപോലെ എക്സിലും വൈയിലും പ്രൊജക്ഷൻ ലെങ്ത് എടുക്കുന്നുണ്ട്. അതിനെ ഡെൽറ്റ കറസ്പോണ്ടിങ്ങിൽ ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞാൽ കേത്ത് പാർട്ടീഷനിലെ പ്രൊജക്ഷൻ ലെങ്ത്. അതേപോലെ ഡെൽറ്റ വൈ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കേത്ത് പാർട്ടീഷനിലെ വൈ പ്രൊജക്ഷനിലെ ലെങ്ത്. അതേപോലെ തന്നെ ഞാൻ കുറെ ടേമുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ ടേമുകളൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ, അതിന്റെ ഡൊമൈനിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന കേർവ്, അതിന്റെ പാർട്ടീഷൻ ലെങ്ത്തുകൾ, അതൊക്കെ ഓരോരോ ടേം ബൈ ടേമായി എന്താണെന്ന് പറഞ്ഞു വരികയാണ്. എന്നിട്ട് ഇതൊക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്താണ് പോകുന്നത്, ലൈൻ ഇന്റഗ്രൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത ലെറ്റ് നോം പി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എൻ പാർട്ടീഷൻ ചെയ്തല്ലോ, ഞാൻ ഈക്വൽ ലെങ്ത് ആയിട്ടൊന്നും അല്ല പാർട്ടീഷൻ ചെയ്യുന്നത്, മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് തോന്നിയ പോലെ എൻ പാർട്ടീഷൻ എടുക്കുകയാണ്, ഈക്വൽ ലെങ്ത് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാമെന്നും നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടില്ല. നോം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എൻ പാർട്ടീഷനിൽ ഏറ്റവും വലുപ്പം കൂടിയ ലോങ്സ്റ്റ് ആയിട്ട് പാർട്ടീഷൻ ഏതാണോ അതിനാണ് നോം പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ടീഷനിലെ നോം ഓഫ് ദ പാർട്ടീഷൻ, അതിനാണ് നമ്മൾ നോം പി എന്ന് പറഞ്ഞത്. നോം ഓഫ് ദ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന എൻ പാർട്ടീഷനിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സബ് ആർക്ക്, ഏറ്റവും ലെങ്ത് ഉള്ള പാർട്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ, നോം ഓഫ് ദ പൊസിഷൻ, നോം പി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നോം ഓഫ് ദ പാർട്ടീഷൻ അതിന് നമ്മൾ നോം പി എന്ന് നമ്മൾ പറയും. ഓക്കെ,
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? n പാർട്ടീഷൻസുകൾ ഉണ്ട്. അപ്പൊ n+1 എന്തുണ്ട്? സബ് ആർക്കുകൾ ഉണ്ട് അല്ലെ? ആർക്കിനെ നമ്മൾ മുറിച്ച് പാർട്ടീഷൻ ചെയ്ത് n+1 തന്നെ ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിൾ പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് xk*ഉം yk* ഉണ്ട്, ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് പാർട്ടീഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് സാമ്പിൾ ആയിട്ട് ഒരു പോയിന്റ് എടുക്കുക. അതെന്ന് പറഞ്ഞത് R2 എലമെന്റ് അതിൻ്റെ ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കുമല്ലോ. അത് x1 സ്റ്റാർ x2 സ്റ്റാർ. സിമിലർലി സെക്കൻഡ് പാർട്ടീഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? അത് x2 സ്റ്റാർ y2 സ്റ്റാർ. അഞ്ചാമത്തെ പാർട്ടീഷൻ നമ്മളൊരു സാമ്പിൾ പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്തെടുക്കും? xy സ്റ്റാർ x5 സ്റ്റാർ y5 സ്റ്റാർ എന്നാണ് പറയാം. അപ്പൊ ഇതൊക്കെ ഒരു പോയിന്റ് ആണ്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് മാത്രമാണ് എന്ത്? സ്റ്റാർ. നമ്മൾ ഓരോ പാർട്ടീഷൻ എടുക്കുന്ന സാമ്പിൾ പോയിന്റ് നമ്മൾ സ്റ്റാർ ഇട്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ സാമ്പിൾ പോയിന്റ് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എന്നിട്ട് നമ്മളൊരു സമ്മിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫസ്റ്റ് സം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? സമ്മേഷൻ k ഫ്രം 1 to n. അതായത് നമ്മളെ പാർട്ടീഷൻ അതാണ് നമ്മൾ kth പാർട്ടീഷൻ. ആകെ n ആണല്ലോ. അപ്പൊ എന്താ 1 മുതൽ n വരെ ആ പാർട്ടീഷനിലൂടെ എടുത്തിട്ട് നമ്മൾ സം ചെയ്യാണ്. നമ്മൾ എങ്ങനെയാണ് സം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സം ഇതാണ്. ഫസ്റ്റ് സമ്മിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ആ ഫംഗ്ഷൻ ഉണ്ടല്ലോ g, ആ ജീനെ ഫസ്റ്റ് k=1 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ സം ചെയ്യുക? ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പാർട്ടീഷൻ എടുക്കുന്നു. ഫസ്റ്റ് പാർട്ടീഷൻ നമ്മൾ ചുമ്മാ ഒരു സാമ്പിൾ പോയിന്റ് എടുക്കുന്നു. സ്റ്റാറ്റിക് സ്റ്റുഡൻസിന് സാമ്പിൾ പോയിന്റ് എന്താണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? നമ്മൾ ചുമ്മാ ഒരു പോയിന്റ് എടുക്കുന്നു. ആ ഫസ്റ്റ് പോയിന്റ് x1 സ്റ്റാർ y1 സ്റ്റാർ അത് നമ്മൾ ഫംഗ്ഷനിൽ ജിയിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടുന്നു, ഒരു വാല്യൂ കിട്ടുന്നു. ജി ഒരു വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. ജിക്ക് ഒരു വാല്യൂ വരുന്നു. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ആ ഫസ്റ്റ് പാർട്ടീഷന്റെ എക്സ് പ്രൊജക്ഷനിലെ ലെങ്തിനോട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് ഇതിന്റെ സിമിലർലി എന്ത് ചെയ്യുക? സെക്കൻഡ് പാർട്ടീഷനിൽ സാമ്പിളിംഗ് പോയിന്റ് എടുക്കുക, അത് ജിയിൽ കൊടുക്കുക. അതിനെ ആ സെക്കൻഡ് പാർട്ടീഷന്റെ സെക്കൻഡ് സബ് ആർക്കിന്റെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യുക? ഓരോ നമ്മൾ ആർക്കിനെ കട്ട് ചെയ്ത ഓരോ ആർക്കിലെയും ഓരോ സാമ്പിളിംഗ് പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റ് ജിയിൽ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ഫംഗ്ഷനിൽ കൊടുക്കുന്നു. എന്നിട്ട് അതിന് അതിന്റെ ഏത് ആർക്കിൽ നിന്നാണോ സാമ്പിളിംഗ് പോയിന്റ് എടുത്തത് അതിന്റെ ആർക്കിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ n പാർട്ടീഷനിലും ചെയ്തിട്ട് n ടൈംസ് നമ്മൾ ആഡ് ചെയ്യും. അതാണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സം. സെക്കൻഡ് സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നത്? സിമിലർലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈച്ച് പാർട്ടീഷന് നമ്മൾ സാമ്പിളിംഗ് പോയിന്റ് എടുക്കുന്നു, g എന്ന ഫംഗ്ഷനിൽ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ? സെക്കൻഡിൽ y പൊസിഷനിലെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തേർഡ് സമ്മിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈച്ച് സബ് ആർക്കിൽ നിന്ന് ഒരു സാമ്പിളിംഗ് പോയിന്റ് എടുക്കുന്നു, ജിയിൽ കൊടുക്കുന്നു. അതിന്റെ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കൊണ്ട് നമ്മൾ എന്താ ഓരോ ആർക്കിന്റെ ഡിസ്റ്റൻസ് കൊണ്ട് എസ്കേനോട് ഡെൽറ്റ എസ്കെ അല്ലെ, ഡെൽറ്റ എസ്കെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈച്ച് സബ് ആർക്കുകളിലും നമ്മൾ ഓരോ പോയിന്റ് എടുത്ത് അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അങ്ങനെ ആഡ് ചെയ്ത് സം. അപ്പൊ നമുക്ക് 3 സം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളെ കയ്യിലുള്ള കാര്യങ്ങൾ ഒന്ന് ജി എന്ന ഫംഗ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. അതിന് സി ആണ്. സീനെ പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ട്. ആ സീനെ n സബ് ആർക്കിലാക്കിയിട്ട് അതിന്റെ ലെങ്ത് ആണ് ഡെൽറ്റ എസ് കെ. ഓരോ സബ് ആർക്കിന്റെ ലെങ്ത് ഡെൽറ്റ എസ് കെ. അതിന്റെ എക്സ് പൊസിഷന്റെ ലെങ്ത് ഡെൽറ്റ എക്സ് കെ എന്നും വൈ പൊസിഷനിലെ ലെങ്തിനെ ഡെൽറ്റ വൈ കെ എന്നും പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ആ പാർട്ടീഷൻ ചെയ്തതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് പാർട്ടീഷന്റെ ലോങ്സ്റ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ ലെങ്തിനെയാണ് അതിന്റെ നോം ഓഫ് ദി പി എന്ന് പറയാം. പിന്നെ നമ്മൾ സാമ്പിൾ പോയിന്റ് എടുത്തു. എന്നിട്ട് നമ്മൾ 3 സമ്മുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ സമ്മുകളൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ലൈൻ ഇന്റഗ്രേഷൻ എന്താണെന്ന് പറയാൻ പോവാണ്. ഓക്കെ, so then the definition of line integral in the plane. അപ്പോൾ ലൈൻ ഇന്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ. അപ്പൊ ഒരു പ്ലെയിനിലെ ലൈൻ ഇന്റഗ്രൽ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ സർഫേസിലെ പ്ലെയിനും വരും, സ്പേസിലെ ലൈൻ ഇന്റഗ്രലും വരും. അപ്പൊ പ്രതീക്ഷിച്ചോളാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ലൈൻ ഇന്റഗ്രൽസ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ജി ബി എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ. നേരത്തെ നമ്മൾ എടുത്ത സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ജി എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസിന്റെ ഫംഗ്ഷൻ ആണ്. എക്സും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്, ഓരോ റീജിയൻ ആണ്. ആ റീജിയനിലാണ് ഇപ്പൊ ഈ ജി ഡിഫൈൻ ചെയ്തിരിക്കുന്ന അതേ റീജിയനിലുള്ള ഒരു സ്മൂത്ത് കേർവ് ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള അതിന്റെ എയും ബി എന്ന് പറഞ്ഞതിന്റെ ഇനീഷ്യൽ പോയിന്റ് എൻഡ് പോയിന്റ് ആണ്.
സിന്റെ ഇനീഷ്യൽ പോയിന്റ് ആണ് എ, എൻഡ് പോയിന്റ് ആണ് ബി ആണ്. അപ്പൊ സി എന്ന് പറയുന്ന സ്മൂത്ത് കേവിലൂടെ എന്താ ജിനെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ ചെയ്യണം. ഓക്കെ, ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ ജി അലോങ് ദ കർവ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, അതാണ് ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, എക്സിന്റെ പൊസിഷൻ നമ്മളെടുത്ത സം ഉണ്ടല്ലോ, ആ സമ്മേഷൻ കാണുക. ഇത് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുക, അതിന്റെ നോം ഓഫ് ദ ബി ടെൻ ടു 0, ഈ സമ്മിന്റെ ലിമിറ്റ് കാണും. ഓക്കെ, അപ്പൊ നമ്മളുടെ എന്താണ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ദ ഫംഗ്ഷൻ ജി അലോങ് ദി കർവ് സി ഫ്രം എ എന്ന് ബിയിലേക്ക്, അല്ലെ, എ ടു ബി എന്ന് പറഞ്ഞത് ഈ ലൈൻ ഇന്റഗ്രൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക അലോങ് സിയിലുള്ള. അപ്പൊ അതെന്ന് പറഞ്ഞ എന്താണ് ലിമിറ്റ് ഓഫ് ദ നോം ടെൻസ് ടു 0. നമ്മുടെ പാർട്ടീഷന്റെ നോം 0ലേക്ക് പോവുക. സമ്മേഷൻ കെ സ്റ്റാർ ഫ്രം 1 to n g of x star k y star k into delta x. അപ്പൊ ഈ ഒരു സമ്മേഷൻ എന്താ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കുക. ഈ നോം പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോം പി എന്ന് പറഞ്ഞത് നമ്മളുടെ സി എന്ന് പറയുന്ന സ്മൂത്ത് കേവ് ഉണ്ടല്ലോ, ആ സ്മൂത്ത് കേവിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. അപ്പൊ ഏറ്റവും ലെങ്ത് കൂടിയ പാർട്ടീഷൻ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ലെങ്ത്തുള്ള പാർട്ടീഷൻ നോം പി. അതിന്റെ ലെങ്തിനെ നമ്മൾ നോം പി, അല്ലെ, പാർട്ടീഷന്റെ നോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 0ലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എടുക്കുന്ന പാർട്ടീഷൻ ഏറ്റവും സ്മോൾ ആക്കി കൊണ്ട്, അപ്പൊ നമ്മളെ നമ്മളെ കേവ് ഇതാണെങ്കിൽ ഈച്ച് കേവ് നമ്മൾ ആദ്യം പാർട്ടീഷൻ ചെയ്യുന്നത് അതിന്റെ ലെങ്ത് കുറച്ച് കൊണ്ടുവന്നിട്ട് ഓരോ പോയിന്റിലും നമ്മൾ ഈ പറയുന്ന സമ്മേഷൻ നടന്നിട്ട് എന്ത് ചെയ്യാം, ഓരോ പോയിന്റിലും നമ്മൾ ആദ്യത്തെ ഒരു പോയിന്റ് എടുക്കുന്നു, അത് ജിയിൽ കൊടുക്കുന്നു, അതിന്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഓരോ പാർട്ടീഷനും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ സാധനം ചെയ്ത് ആഡ് ചെയ്ത് പോവാണ്. അതിന്റെ നോം 0ലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ആ ത്രൂ സിയിലൂടെ തന്നെ നമ്മൾ ആ കേവിലൂടെ മൊത്തമായിട്ട് അതിനെ ആഡ് ചെയ്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോവാന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി നമുക്ക് ഈ നോം പി ടെൻസ് 0 ആയിട്ട് ഈച്ച് ആ പാർട്ടീഷനിലൂടെ ഓരോ സാമ്പിളിംഗ് പോയിന്റ് എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റില്ല. അതിന് വേറെ ഓരോ മെത്തേഡുകളുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ തിയററ്റിക്കൽ ഡെഫിനേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് ആകുമ്പോൾ ഒരു വ്യത്യാസമില്ല, ഇവിടെ ഡെൽറ്റ വൈക്ക് ആവും, വൈ പ്രൊജക്ഷനിലെ ലെങ്ത് ആവുന്നേ ഉള്ളൂ. അപ്പൊ ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ജി അലോങ് സി ഫ്രം എ ടു ബി വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞ എന്താവണം, ഇന്റഗ്രൽ സി ടു ജി ഓഫ് എക്സ് വൈ ഡി വൈ ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് നോം ടെൻസ് പി ടെൻസ് 0 സമ്മേഷൻ കെ ഫ്രം 1 to n g of x star k y star k into delta y k ആയിരിക്കും. ഓക്കെ, ഇനി the line integral of g along c from a to b with respect to the arc length. ഓക്കെ, നേരത്തെ with respect to x with respect to y കണ്ടു the integral. നമ്മൾ line integral of g with respect to the arc length c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നുമില്ല, നേരത്തെ പറഞ്ഞതെന്ന് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡെൽറ്റ എക്സ് കെ ഡെൽറ്റ വൈ കെ പകരം അതിന്റെ ഓർഡിനറി ലെങ്ത് തന്നെ എടുക്കുന്നത് ഡെൽറ്റ എസ് കെ ആയിരിക്കും എടുക്കാം. അപ്പോൾ ഈ ഒരു പറഞ്ഞ സാധനമാണ് വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് എക്സ് വൈ ഓർ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു സമ്മേഷൻ നമ്മളെ നോമിനെ നമ്മൾ എടുക്കുന്ന പാർട്ടീഷൻ ലെങ്തിനെ 0ലേക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ സമ്മ് മൂവ് ചെയ്യാം. ഓക്കെ, ലിമിറ്റ് 0ലേക്ക് പോകുമ്പോൾ ആ സമ്മ എങ്ങോട്ടാണോ പോകുന്നത് അതായിരിക്കും എന്ത് പറഞ്ഞത്, ആ സിയിലൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ വാട്ട് ഈസ് എ ലൈൻ ഇന്റഗ്രൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു തിയററ്റിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് മെത്തേഡുകളാണ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണാം. നമ്മളൊക്കെ ഒരു ഫംഗ്ഷൻ തരുന്നു, ആ ഫംഗ്ഷനെ ഓവർ സിയിലൂടെ ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കേവിലൂടെ ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാം? അപ്പൊ ഇനിയാണ് നേരത്തെ ഇതുവരെ പറഞ്ഞ തിയററ്റിക്കൽ സാധനം, ഇനി പറയുന്ന റിസൾട്ടുകളൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രോബ്ലം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ കേവ് ഡിഫൈൻഡ് പാരാമെട്രിക്. അപ്പൊ നമ്മൾക്ക് ഡിഫൈൻ ചെയ്യും, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷനെ ഒരു കേവ് കൂടെ ഇന്റഗ്രേഷൻ ചെയ്യാനായിരിക്കും നമുക്ക് പ്രോബ്ലം തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രോബ്ലത്തിൽ രണ്ട് കേസ് കാണാം. ഒന്ന് നമ്മൾ കേവ് പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്തു, അപ്പൊ കേവ് രണ്ട് എക്സും വൈയിലും പ്ലെയിനിലെ കേസാണ് പറഞ്ഞത്. അപ്പം എക്സിനും വൈക്കും കറസ്പോണ്ടിങ് നമുക്ക് ഒരു പാരാമെട്രീസ് തരണം. രണ്ടാമത് നമുക്ക് എക്സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് തരണം. അപ്പൊ ഒന്നുകിൽ കേവ് എന്ത് ചെയ്യുക, പാരാമെട്രിക്കൽ ഫോം തരിക, അല്ലെങ്കിൽ കേവിന്റെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനിൽ എഴുതിയിട്ട് ചെയ്യാം. അപ്പൊ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ള പ്രോബ്ലത്തിലെ കേവ്
പാരാമെട്രിക്കലി ആണ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാന്നുള്ള മെത്തേഡാണ്. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് സി ആണ് നമ്മുടെ സ്മൂത്ത് കേവ് എന്ന് പറയുന്നത്. അതിന്റെ പാരാമെട്രൈസേഷൻ ആണ് എക്സ് ഇസിക്കൽ എഫ് ഓഫ് ടി, വൈ ഇസിക്കൽ ജി ഓഫ് ടി, എന്നിട്ട് ടി എന്ന് പറഞ്ഞ വാരിയബിൾ എൻ്റെയും ബിന്റെ ഇടയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് കാണേണ്ട ഫംഗ്ഷൻ എന്തായിരിക്കും? ജി ഓഫ് എക്സ് വൈനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ട ഇന്റഗ്രേഷൻ. അപ്പൊ ഒന്നുമില്ല, ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ എക്സിനും വൈക്കും പകരം എക്സിനും വൈയിലും നമ്മൾക്ക് കൊടുത്ത പാരാമെട്രൈസേഷൻ എന്താണോ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും പുട്ട് ചെയ്യാം. എന്നിട്ട് ഇത് മൂവ് ചെയ്യുന്ന സിന്റെ ഈ ടി വാരി ചെയ്യുന്ന നമ്മളുടെ പാരാമെട്രൈസേഷനിൽ തന്നിട്ടുള്ള ടി വാരി ചെയ്യുന്ന ഇന്റർവൽ ഉണ്ടല്ലോ, ആ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യുക? നമ്മളതിനെ ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പൊ എഫ് ഓഫ് ടി ജി ഓഫ് ടി, എന്നിട്ട് നമുക്ക് ഇക്വേഷൻ ഡി എക്സിന് പകരം എന്ത് കൊടുക്കണം? എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയതുകൊണ്ട് ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി എക്സ് ഡി ടി. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ചെയ്യുക. അപ്പൊ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി എന്നാ വരിക. അപ്പൊ നമുക്ക് എന്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഡി എക്സിന് പകരം എന്ത് കൊടുക്കുക? എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി, ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പൊ നമുക്ക് ലൈനുകൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ, വിത്ത് റെസ്പെക്ട് എക്സും വൈയും ആണെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് ചെയ്യാം. അതിൽ ഇക്വേഷൻ വരുന്നുണ്ട്. അതേപോലെ ഡി എസിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇന്റഗ്രേഷൻ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ഡി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ഡി ടി. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, നമുക്ക് എക്സിനും വൈക്കും പകരം ജി ഓഫ് ടി എഫ് ഓഫ് ടി പുട്ട് ചെയ്യുക. ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് എ ടു ബി ലിമിറ്റിലായിരിക്കണം. അതുപോലെ ഡി എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് ടി കൊടുക്കുക. ഡി വൈക്ക് പകരം ഈ എഫും ജി എന്താക്കും നിങ്ങൾക്ക് തരും. അപ്പൊ അതിനനുസരിച്ച് ഡി എക്സും എഫ് ഡാഷും ജി ഡാഷും ഒക്കെ നമ്മൾ ചുമ്മാ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഡി എസിന് പകരം കൊടുക്കുന്ന ഈ എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി, റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയറിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാം. അപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കി വെക്കാം, നമുക്ക് സി എന്ന് പറഞ്ഞ പാരാമെട്രൈസ് ഫോമിലാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ത്രൂ സിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ജി എന്ന ഫംഗ്ഷനെ ടു വേരിയബിൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ജി എന്ന ഫംഗ്ഷനെ സിയിലൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റഗ്രേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ടിയുടെ ടി എന്ന് ആദ്യം പാരാമെട്രൈസ് ചെയ്യുക. ഇതിൽ ടിന്റെ ലിമിറ്റ് എ ബിയിൽ ഇന്റഗ്രേഷൻ ചെയ്യുക. എക്സിന് പകരം എഫ് ഓഫ് ടി കൊടുക്കുക, പാരാമെട്രൈസേഷൻ കൊടുക്കുക. വൈന്റെ ജി ഓഫ് ടി കൊടുക്കുക. ഇവിടെ ഡി എക്സ് ആയാലും ഡി എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് ഡി ടി. സിമിലർലി ഇവിടെ ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി കൊടുക്കണം. ഡി എസിന് പകരം എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്? ബാക്കിയൊക്കെ സെയിം തന്നെയാണ് അല്ലെ. റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി. അപ്പൊ ഇതാണ് നമ്മൾ ഇക്വേഷൻ. എന്ത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് സി എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് പാരാമെട്രൈസ് ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഒന്നുമില്ല, ഈ ഒരു ഇക്വേഷൻ 3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ? സിമ്പിൾ ആയിട്ട്. ഇതിപ്പോ എന്തായി? ഇത് നമ്മൾ ഓവർ സിയിലാണ് ഇന്റഗ്രേഷൻ വരുന്നത്. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്തായി? നമ്മൾ ഓർഡിനറി ലിമിറ്റ് ഒക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ ഉള്ള ഓർഡിനറി ഡിഫറൻഷ്യലിലേക്ക് ഇതിനെ മാറ്റിയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെയ്യുക. അതാണ് ഇവിടുത്തെ മെത്തേഡ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ രണ്ടാമത് വേണം. അതേപോലെ നമുക്ക് അപ്പൊ ഇവിടെ സി എന്താണ്? സി എന്ന് പറഞ്ഞ സ്മൂത്ത് കേവ് നമുക്ക് പ്രോബ്ലത്തിൽ തരേണ്ട എങ്ങനെയാ? എക്സ് ഇസിക്കൽ എഫ് ഓഫ് ടി, വൈ ഇസിക്കൽ ജി ഓഫ് ടി, ടീന്റെ ലിമിറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് അല്ലെ നമുക്ക് കണ്ടെത്താൻ പറ്റണം സീൻ്റെ. അല്ലെങ്കിൽ അത് പ്രോബ്ലത്തിൽ തരികയാണെങ്കിൽ, പാരാമെട്രിക്കലി തരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേഷൻ ചെയ്യേണ്ടത്. മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ കേവ്. നമുക്കിനി നമ്മുടെ കേവ് എന്ന് പറഞ്ഞത് എക്സ്പ്ലിസിറ്റ് ഫോമിലാണ്, ഫംഗ്ഷനിലാണ് തന്നിട്ട്. അതായത് വൈ ഇസിക്കൽ എഫ് ഓഫ് എക്സ്, എന്നിട്ട് എ ഇസിക്കൽ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ ഇവിടെ ടി അല്ല എക്സ് ആണ് വരിക അല്ലെ. ടി ഇവിടെ എവിടെയും പറഞ്ഞില്ലല്ലോ. അപ്പം ഇത് ടി അല്ല എക്സ് ആയിരിക്കും. വൈ ഇസിക്കൽ എഫ് ഓഫ് എക്സ് വേർ എക്സ് എന്ന എനി മീനും വാല്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ എന്താ? ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് ഇസിക്കൽ ടി കൊടുക്കുക. അപ്പൊ വൈ ഇസിക്കൽ എഫ് ഓഫ് ടി വരും. അങ്ങനെ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മളെ പാരാമീറ്റർ എക്സ് തന്നെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഡി വൈ ഇസിക്കൽ ടു, അപ്പൊ എക്സ് നമ്മളെ പാരാമീറ്റർ എക്സ് തന്നെയാണ്. അപ്പോൾ ഡി എക്സ് ഇസിക്കൽ ടു എന്താ വരിക? 1 ആയിരിക്കും വരിക. ഡി വൈ ഇസിക്കൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഡി വൈക്ക് പകരം നമ്മൾ കൊടുക്കേണ്ട എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ആണ് കുട്ടേണ്ടത്. അത് നമുക്ക് ഒന്നുമില്ല, നമ്മളെ പാരാമെട്രിക്സ് ഫോം വൈ ആണ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഡി എസിന് പകരം നമുക്ക് നേരത്തെ എന്തായിരുന്നു? എഫ് ഡാഷ് ഓഫ് ടി പ്ലസ് ഡി ഡാഷ് ഓഫ് ടി എന്നൊക്കെയാണ്. ഇവിടെ 1 ആയി പോകും അല്ലെ. അപ്പൊ നമുക്ക് ഡി എസിന് പകരം നമ്മൾ എന്താ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് നമ്മളെ കേവ് തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡി വൈനെ എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്നും ഡി എസിനെ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഡി
എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് മാറ്റിയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ ജി ഓഫ് എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ എ ടു ബി എക്സിന് പകരം എക്സ് തന്നെ വൈക്ക് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കാം. അതാണ് നമുക്കിവിടെ അങ്ങനെയാണല്ലോ തന്നിട്ടുള്ളത്. അതുപോലെ ഈ ഒരു എക്സ് വാല്യൂ ചെയ്യുന്ന ഇന്റർവെല്ലാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. സിമിലർലി വൈയിലായാൽ തന്നെ ഡി വൈക്ക് പകരം എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡി എക്സിന് പകരം ഇവിടെ ഡി എക്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡി വൈക്ക് പകരം എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി എസിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് കൊടുക്കണം എന്നല്ലേ. സിമിലർലി ഇവിടെ ഡി എക്സിന് എക്സ് തന്നെ കൊടുത്തു, വൈക്ക് എഫ് ഓഫ് എക്സ് കൊടുത്തു, ഡി എസിന് എന്ത് കൊടുക്കാം? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ, അപ്പൊ നമുക്ക് എന്തുണ്ട് ഈ ഒരു ഇക്വേഷൻ, നമുക്ക് ഈ ഇക്വേഷൻ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ നമുക്ക് ലൈൻ ഇന്റഗ്രേഷൻ ഇൻ പ്ലെയിൻ എന്ന് പറഞ്ഞ രണ്ട് കേസുകളാണ് പ്രോബ്ലത്തിൽ, രണ്ട് തരത്തിലുള്ള പ്രോബ്ലം ആണ് വരിക. ഒന്ന് നമുക്കൊരു ഫംഗ്ഷൻ തരും, ആ ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്യാനായിരിക്കും പറയാം, ഓർ ത്രൂ എ കേർവ് ആയിരിക്കും. ആ കേർവ് നമുക്ക് പാരാമെട്രിക്കൽ ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും? പാരാമെട്രിക് ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. അതിന് എക്സ്പ്ലിസിറ്റ് ഫോമിലാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ പറഞ്ഞു ഇനി അടുത്തൊരു കേസ്, ഇവിടെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞത് പീസ് വൈസ് സ്മൂത്ത് കേവ് ആണെങ്കിൽ, സി എന്ന് പറയുന്നത് പീസ് വൈസ് സ്മൂത്ത് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു എന്താ ടോട്ടലി ആ സി നമ്മളിപ്പൊരു എന്താ റെക്ടാങ്കിൾ ഒക്കെ എടുത്തു കഴിഞ്ഞത് ടോട്ടലി സ്മൂത്ത് അല്ല, പക്ഷെ 4 സ്മൂത്ത് കേവുകൾ 1 2 3 4 സ്മൂത്ത് കേവുകൾ കൂടി ചേർന്നിട്ടാണ് ഈ പീസ് വൈസ് സ്മൂത്ത് കേവ് നമ്മുടെ റെക്ടാങ്കിൾ ഉണ്ടാകുന്നത്. അപ്പൊ പീസ് വൈസ് സ്മൂത്ത് കേവ് ആണ് ഒന്നുമില്ല, നമുക്ക് ആ 4 സ്മൂത്ത് ആണ്, ഇപ്പൊ 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ട് C1ലും C2ലും C3ലും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ ചെയ്യാം. അതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മള് എന്താ ഓർഡിനറി നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞത് ലെറ്റ് സി ഡിനോട്ട് ദ ക്വാർട്ടർ സർക്കിൾ ഡിഫൈൻഡ് ബൈ എക്സ് ഈസ്. അപ്പൊ ഓക്കെ, സി എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ സർക്കിൾ ആണ്. അപ്പൊ ക്വാർട്ടർ സർക്കിളിന്റെ പാരാമെട്രിക് ഫോമും നമുക്ക് അറിയില്ലേ, കുഴപ്പമില്ല, ഇവിടെ തന്നിട്ടുണ്ട്. ലെറ്റ് സി ഡിനോട്ട് ദ ക്വാർട്ടർ സർക്കിൾ ഡിഫൈൻഡ് ബൈ എക്സ് ഈസ് ഇക്വൽ ടു 4 cos t. അപ്പൊ നമ്മൾ എക്സിന്റെ പാരാമെട്രിക്സ് തന്നു, y ഈസ് ഇക്വൽ ടു 4 sin t. നമ്മൾ t മൂവ് ചെയ്യുന്നത് 0നും π/2ന്റെ ഇടയിലാണ്. നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്താ? ഇതെന്താണ്? ലൈൻ ഇന്റഗ്രൽ ഓവർ സി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് അല്ലെ, അതിന്റെ ആണ് ഇത്. ലൈൻ ഇന്റഗ്രൽ ഓവർ സി വിത്ത് റെസ്പെക്ട് ടു വൈ ആണത്. ലൈൻ ഇന്റഗ്രൽ ഓവർ സി വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണ് ഇവിടെ അല്ലെ. അപ്പൊ 3 ആ നേരത്തെ ഡിഫൈൻ ചെയ്ത 3 ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ കാണണം. അപ്പൊ നമ്മളുടെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ ആണ്. ഇവിടെ ഒക്കെ ജി പറഞ്ഞാൽ എക്സ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. എന്നിട്ട് നമ്മള് എക്സിന്റെ പാരാമീറ്ററൈസേഷൻ ചെയ്തിട്ടുണ്ട്, അതിന് എഫ് ഓഫ് ടി അപ്പം 4 cos t. വൈന്റെ പാരാമീറ്ററൈസേഷൻ ജി ഓഫ് ടി നമ്മൾ കൊടുക്കുന്നത് 4 sin t ആൻഡ് ടി ഈസ് ഈക്വൽ ടു 0 π/2ലേക്കാണ്. അപ്പൊ എയും ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് ടിന്റെയും ജി, അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എയും ജി ഓഫ് ബിയും അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് 0 ആണ്. അപ്പം നോക്കട്ടെ, cos 0 sin 0. അപ്പൊ നമുക്ക് ടിക്ക് കൊടുക്കാം a is equal to 0യും b is equal to π/2 ആണ് അല്ലെ. 0യും π/2 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഓക്കെ, ടിയുടെ വാല്യൂബിൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് 0ന്റെയും π/2ന്റെയും ലിമിറ്റ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമ്മളോട് 3 ഇന്റഗ്രേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈ, ലൈൻ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. അപ്പൊ നമ്മൾ അതിന്റെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ എടുത്തു, അതിന്റെ പാരാമീറ്ററൈസേഷൻ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടു. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡി എക്സും ഡി വൈയും ഡി എസിനും എന്താണെന്ന് കാണണം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആയിരുന്നു. എഫ് ഓഫ് ടി ഇവിടെ തന്നിട്ടുണ്ട് 4 cos t. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ മൈനസ്, ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടി ഇൻറ്റു ഡി ടി വരും. ആൻഡ് ഡി വൈ നമ്മൾ ജി ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി ആണെന്നാണ് പറഞ്ഞത്. അത് മാറാൻ പോകുന്നത് 4 cos t ഡി ടി ആവുന്നുണ്ട്. അതുപോലെ ഡി എസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി
ഇതൊക്കെ നമ്മൾ നേരത്തെ ആ ഇക്വേഷനിൽ അതുപോലെ കൊടുക്കുന്ന കേട്ടോ. എന്തായാലും ഡി എക്സ് ഡി വൈ എന്നൊക്കെ അവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. ഡി എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് ടി ഡി ടി എടുക്കണം, ഡി വൈക്ക് പകരം ജി ഡാഷ് ഓഫ് ടി. നേരത്തെ പറഞ്ഞ സാധനങ്ങൾ അതുപോലെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഈ ഒരു നമുക്ക് ഇതാണ് നമുക്കിപ്പോൾ പ്രോബ്ലത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഓർഡിനറി ഇന്റഗ്രേഷൻ ഈ ഒരു സാധനം ചെയ്താൽ മതി. ഇവിടെ വേണ്ട എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും പിന്നെ എഫ് ഡാഷ് ഓഫ് ടിയും ഡി ടി ഒക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ കണ്ടുവെക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ പ്രോബ്ലം ഇതായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എ പാർട്ട് ചെയ്യാണ്. ഇന്റഗ്രേഷൻ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ആണ്. അത് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് ടി, വൈന്റെ സ്ഥാനത്ത് ജി ഓഫ് ടി, ഡി എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് ഡി ടി. ഇതൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ എക്സിന് എഫ് ഓഫ് ടി കൊടുക്കുക. എക്സിന് എഫ് ഓഫ് ടി കൊടുക്കും 4 cos t. വൈ സ്ക്വയറിൽ വൈക്ക് ജി ഓഫ് ടി കൊടുക്കുക. അപ്പം 4 sin t സ്ക്വയർ വരും. എഫ് ഡാഷ് ഓഫ് ടി ഡി ടി നമ്മൾ ചെയ്തിട്ടുണ്ട്, മൈനസ് സൈൻ ടി ഡി ടി ആണ്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ മൈനസ് 286 പുറത്തേക്ക് വന്നു. ആൻഡ് 0/2 ചെയ്യുന്നു. സൈൻ ക്യൂബ് ടി ഇൻറ്റു കോസ് ടി ഡി ടി. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഓർഡിനറി ഇന്റഗ്രേഷൻ ആണ്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ അത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സൈൻ ടിക്ക് യു കൊടുക്കുന്നു. അപ്പൊ കോസ് ടി ഡി ടി അല്ലെ ഡി യു ആവുന്നു. സോ ടി = 0. അപ്പൊ നമ്മളവിടെ കൊടുക്കും. നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി = 0 ആകുമ്പോൾ യു = sin 0 0. വെൻ ടി = π/2 ആകുമ്പോൾ യു = 1 വരും. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്താണ് പുട്ട് ചെയ്യാൻ ടി സൈൻ ടി = യു നമ്മൾ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 286 0 to 1 ഇന്റഗ്രേഷൻ യു ക്യൂബ് ഡി യു എന്ന് വരും. നമ്മൾ സാധാ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മളെ +2 ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെ. സിമിലർലി എക്സ് വൈ സ്ക്വയർ എന്താണ്? അവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ 4 cos t 4 sin t സ്ക്വയർ 4 cos സാധനം വരും. ഇവിടെ ജി ഡാഷ് ഓഫ് ടി മാത്രമേ മാറുള്ളൂ. അത് 4 cos t വരും. അപ്പൊ നമുക്ക് സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് സ്ക്വയർ ടി. സാധാ നോർമൽ ഇന്റഗ്രേഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെ എന്താണ് നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യുന്നു. അതിന്റെ ട്രിഗണോമെട്രി ഇക്വേഷൻ ഒക്കെ മാറ്റിയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ ആ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. ഇന്റഗ്രേഷൻ ചെയ്യുന്നു. അതുപോലെ നമ്മൾ സി ചെയ്യുമ്പോഴും എക്സ് വൈ സ്ക്വയർ ഡി എസ്. അപ്പം ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡി എസിന് വരെ നമ്മൾ കൊടുക്കേണ്ടി വരിക √(f'(t സ്ക്വയർ പ്ലസ് g'(t സ്ക്വയർ ആണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇക്വേഷനിൽ സോൾവ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ എന്തൊക്കെയാ വേണ്ടത് നോക്കുക. ആ ഇക്വേഷനിൽ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ പാരാമെട്രിക് എഫ് ഓഫ് ടി ജി ഓഫ് ടി ഒക്കെ കണ്ടെത്തി എഴുതുക. അതിൽ എഫ് ഡാഷും ജി ഡാഷും ഒക്കെ ആദ്യം കണ്ടുവെക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോബ്ലം 2 എന്ന് പറഞ്ഞത് സി എന്ന് പറയുന്നത് ലൈൻ സെഗ്മെന്റ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ സീനെ നമുക്ക് പാരാമെട്രിക്സ് ഫോമുല അല്ല, എക്സ്പ്ലിസിറ്റ് ഫോമുലാണ്. y = ഇന്നെന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഇക്വേഷന്റെ എടുക്കുക. എക്സ്പ്ലിസിറ്റ് ഇക്വേഷൻ നമുക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു ഇക്വേഷൻ വേണ്ടത്? അതിനുള്ള ഇക്വേഷൻ നമുക്ക് മുന്നിലുണ്ട്, അത് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ജി ഓഫ് എക്സ് വൈ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓവർ സി ആണ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്തിലുമാണ് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. y = 2x + 1 ആണ്. അവിടെ നമുക്ക് dy കാണണം. dy എന്ന് പറഞ്ഞാൽ നേരത്തെ f dash of x into dx ആയിരുന്നു. f of x എന്താ അവിടെ തന്നിട്ടുണ്ട്? 2x + 1 ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2dx എന്ന് വന്നു. പിന്നെ ds കാണാൻ വേണ്ടി √(1 + f dash x whole square dx ആണ്. അത് √5 dx എന്ന് വരും. അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ വേണ്ട സാധനങ്ങൾ ആദ്യം കണ്ടുവെക്കുന്നു. ഇക്വേഷൻ അതുപോലെ കൊടുക്കുന്നു. ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇവിടെ എക്സിന് എക്സ് കൊടുക്കുന്നു, വൈന് എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു. a to b ആയിരുന്നു, അത് -1 to 0 ആവുന്നു. എന്നിട്ട് ആ സാധനങ്ങൾ നമുക്ക് സാധാ ഒരു പോളിനോമിയൽ ഇക്വേഷൻ വരുന്നു. അതിന് നമ്മൾ സാധാ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് ഇന്റഗ്രേഷൻ ചെയ്യാന്നുള്ളൂ. അത് നിങ്ങൾ നോക്കാം കേട്ടോ. സിമിലർലി വൈയിൽ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സി പാർട്ട് ചെയ്യുമ്പോഴും വിത്ത് റെസ്പെക്ട് എന്തായിരുന്നു? ആർക്ക് ലെങ്ത് ആയിരുന്നു നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അവിടെ എക്സിന് എക്സ് എന്ന് കൊടുക്കുന്നു, വൈക്ക് എഫ് ഓഫ് എക്സ് കൊടുക്കുന്നു, ഡി എസിന് പകരം √(1 + f dash of x whole square കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊടുക്കുന്നു. ഒരു പോളിനോമിയൽ ഇക്വേഷൻ വരുന്നു, നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഇവാലുവേറ്റ് c = xy dx + x² dA where c is given by ഇവിടെ എക്സ്പ്ലിറ്റ് ഫോം തന്നെയാണ് വരുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് x = ഉം yക്ക് x³ കൊടുക്കുക. എന്നിട്ട് വേണ്ട രീതിയിലൊക്കെ ചെയ്യുക. അപ്പൊ ഇവിടെ പ്ലസ് വരുമ്പോൾ ഉള്ളോട്ട് പ്ലസ് സെപ്പറേറ്റ് ആക്കി ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്രോബ്ലം 4 എന്ന് പറഞ്ഞത് നമുക്ക് സി തന്നിട്ടില്ല. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ വളരെ വേഗത്ത് പറഞ്ഞു പോകുന്നത് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ പാരാമെട്രിക്സ് ഫോം തന്നിട്ടുണ്ട്. 2-3 ക്വസ്റ്റ്യനിൽ അതിന്റെ എക്സ്പ്ലിസിറ്റ് ഫോം തന്നിട്ടുണ്ട്.
നമുക്ക് ഇവിടെ സി എന്ന് പറയുന്നത് എന്താ, ഇതാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ലൈൻ ഇന്റഗ്രൽ. പക്ഷെ നമുക്ക് എന്ത് വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്, സി നമ്മളെ കേവിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ. അതിന്റെ പാരാമെട്രിക് ഫോമോ അതിന്റെ എക്സ്പ്ലിസിറ്റ് ഫോമോ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതിന്റെ പാരാമെട്രിക് ഫോമോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫോമോ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ ആ ലൈൻ ഇന്റഗ്രലിനെ നമ്മളെ ഓർഡിനറി ഇന്റഗ്രലിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോൾ നമ്മൾ സി എന്ന് പറഞ്ഞത് സ്ക്വയർ ആണ്, അതിന്റെ വെർട്ടീസസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സ്ക്വയർ, -1 1 1 1 1 -1 -1 -1. ഈ 4 പോയിന്റുകൾ കൂട്ടിമുട്ടിച്ചുണ്ടാവുന്ന ഒരു സ്ക്വയർ ആണ് നമ്മുടെ സർക്കിൾ. അപ്പൊ ഇത് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊരിക്കലും എന്തല്ല, ഇവിടേക്ക് ഇതിന്റെ സ്മൂത്ത്നെസ് പോയി അല്ലെ, ഈ 3 കോർണറിൽ സ്മൂത്ത്നെസ് പോയി. അപ്പൊ ഇത് സ്മൂത്ത് കർവ് അല്ല, പക്ഷെ ഇതെന്താണ്, പീസ് വൈസ് സ്മൂത്ത് കർവ് ആണ് അല്ലെ. 1 2 3 4 പീസ് വൈസ് സ്മൂത്ത് കർവുകൾ കൂടി ചേർന്നിട്ടുണ്ടാക്കിയൊരു കർവ് ആണ് സി എന്ന് പറഞ്ഞത്. അപ്പൊ C1 C2 C3 ഉണ്ട്. അപ്പൊ ഇവിടെ എൻഡ് പോയിന്റും ഇതും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ എൻഡ് പോയിന്റുകൾ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു പാരാമെട്രൈസേഷൻ ഫോം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ പാരാമെട്രൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് f(t) g(t) കിട്ടല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ C1 എടുക്കുന്നു. ആ C1ന്റെ എൻഡ് പോയിന്റും -1 ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡ് പോയിന്റ് 1 -1 ആണ്. അപ്പൊ ഇവിടെ എന്തില്ല, എക്സും വൈയും ആണ് നമ്മളെ കയ്യിലുള്ളത്. ഇത് ഒരു പ്ലെയിനിലാണല്ലോ അല്ലെ. ഇവിടെ y ആക്സിസിൽ ഒരു ചേഞ്ചും ഇല്ല അല്ലെ, എക്സ് ആക്സിസിൽ മാത്രമേ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പാരാമെട്രൈസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക, പാരാമെട്രൈസ് ചെയ്യുന്നത് C1 ആണ്. ഇവിടെ y ആക്സിസിൽ ഒരു ചേഞ്ചും ഇല്ല. അപ്പം പാരാമെട്രൈസേഷനിൽ y -1 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാതാ മതി, x t എന്ന് കൊടുത്തിട്ട് t എവിടുന്ന് വാരി ചെയ്യുന്നതാണ്, -1 അല്ലെ. ഇവിടെ എക്സും വൈയും വാരി, y ഇവിടെ വാരി ചെയ്യുന്നില്ല, രണ്ടും -1 ആണ്. x -1 എന്ന് 1ലേക്കാണ് വാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പാരാമെട്രൈസേഷൻ കൊടുത്താൽ മതി, ഏതാണ് വാരി ചെയ്യുന്നത് അതിന് t എന്ന് കൊടുക്കാം. വാരി ചെയ്യാത്തതിന് y-ക്ക് -1 തന്നെ കൊടുക്കാം. എന്നിട്ട് ഈ t എന്ത് ചെയ്താൽ മതി, -1 എന്ന് 1ലേക്കാണ് വാരി ചെയ്യുന്നത് കിട്ടുക. അപ്പൊ നമുക്ക് C1ന്റെ പാരാമെട്രൈസേഷൻ കിട്ടി. സിമിലർലി C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, C2 നോക്കാം. C2 ഇവിടെ എക്സ് വാല്യൂബിൾ ആണ്, ഫസ്റ്റ് വാല്യൂബിൾ മാറുന്നില്ല, 1 1 ആണ്. വാരി ചെയ്യുന്നത് എന്താണ്, y ആണ്, അത് -1 എന്ന് 1ലേക്കാണ്. അപ്പൊ എന്ത് കൊടുക്കുക, y t എന്ന് കൊടുക്കുക. ഓക്കെ, y t എന്ന് കൊടുക്കുക. എക്സ് ചേഞ്ച് ചെയ്യുന്നില്ല, x 1 ആണല്ലോ, x 1 ആണ്. t ചേഞ്ച് ചെയ്യുന്നത് -1 എന്ന് 1ലേക്കാണ്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. സിമിലർലി നമ്മൾ C3 എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ആർക്ക്, നമ്മളെ കേവിന്റെ, സ്മൂത്ത് കേവിന്റെ പാരാമെട്രൈസേഷൻ ഇവിടെ ഏതാണ് ഇവിടെ ചേഞ്ച് ചെയ്യാത്ത ഏതാണ്, ഇവിടെ y ആക്സിസ് ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ x ആക്സിസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് -1 എന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. y ആക്സിസ് 1 തന്നെയാണ്. അപ്പോൾ y = 1 വരും. പക്ഷെ x ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് എന്ത് കൊടുക്കുക, ഒന്നെങ്കിൽ x t എന്ന് കൊടുക്കുക, എന്നിട്ട് t വാരി ചെയ്യുന്നത് 1 എന്ന് -1ലേക്കാണ് കൊടുക്കുക. അപ്പൊ അതിന്റെ ഒരു നമുക്ക് കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ എന്ത് കൊടുത്താൽ മതി, x -t കൊടുത്തിട്ട് t -1 × 1 ഇടയിലാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കൊടുക്കാം. ഇനി C4 എന്ന് പറയുന്നത് എങ്ങനെയാ, സിമിലർലി ഇവിടെ ചേഞ്ച് ചെയ്യാത്തത് എന്താ, C4 ചേഞ്ച് ചെയ്യാത്തത് ഫസ്റ്റ് വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ x വാരി ചെയ്യുന്നില്ല. അപ്പൊ x -1, y t കൊടുക്കുക. y t എന്ത് കൊടുത്താൽ മതി, 1 എന്ന് -1ലേക്ക്, ഡയറക്ഷൻ താഴോട്ടാണ് വരുന്നത്. അപ്പോൾ y -t കൊടുക്കുക. എന്നിട്ട് എവിടുന്ന് എങ്ങോട്ടാ ചേഞ്ച് ചെയ്യുന്നത്, -1 എന്ന് 1ലേക്കാണ് എന്ത് t ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പീസ് വൈസ് സ്മൂത്ത് കേവിന്റെ എന്ത് കൊടുത്തു, പീസ് വൈസ് സ്മൂത്ത് കേവില് നമ്മൾ 4 സ്മൂത്ത് കേവ് ആണുള്ളത്, അതിന് നമ്മൾ പാരാമെട്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സിയിൽ മൊത്തമായിട്ട് ചെയ്യുന്നതിന് പകരം, സി എന്ന് പറഞ്ഞത് സ്മൂത്ത് കേവ് അല്ല, പീസ് വൈസ് സ്മൂത്ത് കേവ് ആണെങ്കിൽ അതിന്റെ സ്മൂത്ത് ആയിട്ടുള്ള 4 പീസ് വൈസ് ആയിട്ടുള്ള 4, ഇവിടെ 4 4 കേവിലും എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് സം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചത്, അപ്പൊ നമ്മൾ അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലം സി എന്ന് പറഞ്ഞ ഒരു സ്ക്വയറിലൂടെ നമ്മൾ ഫംഗ്ഷൻ ഇന്റഗ്രേഷൻ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അത് നമുക്ക് നമുക്ക് സ്മൂത്ത് കേവിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പീസ് വൈസ് സ്മൂത്ത് കേവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഓരോ പീസ് വൈസ് ആയിട്ടുള്ള സ്മൂത്ത് കേവിലും അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്.
അവിടെ C1 ആദ്യം ഇൻഡേഷൻ ചെയ്യാൻ പോകുന്നത്. C1 നമ്മൾ എന്ത് ചെയ്യാം, x = t, y = -1 ആണ് നമ്മളുടെ എന്ത് പാരാമീറ്ററൈസേഷൻ. അപ്പൊ t = -1 to 1 ആണ്. അപ്പൊ -1 to 1 ചെയ്യുന്നു. x-ന് t കൊടുക്കുന്നു, y-ന് -1 കൊടുക്കുന്നു. x-നും y-ക്കും വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നു. dx-ഉം dy ഇവിടെ നിന്ന് ചെയ്യുന്നു. dy 0 ആയിപ്പോ dx എന്ന് വന്ന് 1 dx വന്നത് t dash into dt, അപ്പോൾ dt എന്ന് വരുന്നു. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് ഇൻഡേഷൻ ചെയ്യുന്നു. സിമിലർലി C2ലും നമ്മളെ പാരാമീറ്ററൈസേഷൻ എന്താണ് ഇന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് C1, C2, C3 പാരാമീറ്ററൈസേഷൻ എന്താ കിട്ടി, ബാക്കിയൊക്കെ നമ്മളുടെ ഓർഡിനറി. അപ്പൊ ഈ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ എക്സിലും നമ്മളെ പാരാമീറ്ററൈസേഷൻ വാല്യൂസ് ഒക്കെ കൊടുക്കുക, വൈക്കും കൊടുക്കുക, എന്നിട്ട് dx-ഉം dy-യും കറക്റ്റ് മാറ്റുക, എന്നിട്ട് സാധാരണ ഇന്റഗ്രേഷൻ ചെയ്യാം. സിമിലർലി C1, C2, C3, C4 നമ്മൾ പീസ് വൈസ് ആയിട്ട് ഇന്റഗ്രേഷൻ അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് പോയിന്റ് നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുന്നു. ആ പോയിന്റിലും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ലൈൻ ഇന്റഗ്രേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലൈൻ ഇന്റഗ്രേഷനിൽ ഒരു കേവിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് നമുക്ക് ആ കേവ് തരുന്നിരിക്കുന്ന അതിന്റെ തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് സാധനങ്ങളാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടു പരിചയമുള്ള ഇന്റഗ്രേഷൻ ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ഒന്ന് കേവിനെ നമുക്ക് പാരാമെട്രിക് ഫോമിലോ എക്സ്പ്ലിസിറ്റ് ഫോമിലോ തരുന്നത് നോക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളെ ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷനിൽ അതുപോലെ കൊടുത്താൽ മതി. ഇനി അങ്ങനെയല്ല, കേവിനെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ അതിന്റെ എൻഡ് പോയിന്റ് മാത്രം തന്നെ അതിന്റെ പാരാമെട്രിക്കലി നിങ്ങൾക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക നോക്കുക, ഒരു ചാൻസ് ഉണ്ടോ നോക്കുക, എന്നിട്ട് അതിന്റെ പാരാമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുക. ഇനി അത് പീസ് വൈസ് ആണെങ്കിൽ ഓരോ പീസിലും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ഇന്റഗ്രേഷൻ പാർട്ടൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ടാൽ മതി, നമുക്ക് സോൾവ് ചെയ്യാം. ഞാനൊരു +2 ഡിഗ്രിയിലൊക്കെ നിങ്ങൾ ഇന്റഗ്രേഷൻ ഒരുപാടായി ചർച്ച ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇന്റഗ്രേഷന്റെ സിമ്പിൾ ബേസിക് സാധനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല തീരുമാനിച്ചത്. അപ്പൊ നോക്കുക, എന്തായാലും ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കണം, എക്സാമിന് ഇന്റഗ്രേഷൻ ചെയ്യാനുണ്ടാവും. ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു പ്ലെയിനിലാണ് പറഞ്ഞിട്ടുള്ളത്, ലൈൻ ഇന്റഗ്രൽ ഇൻ സ്പേസ് ആണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.